ഹലോ ഡിയേഴ്സ്, കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരാണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പാലസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈസൂർ പാലസ് കാണുന്നതിന് വേണ്ടി പതുക്കെ നടന്നു പോകാമെന്ന് കരുതി. ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ ഞങ്ങൾ മൈസൂർ എത്തിയത്. ഞായറാഴ്ച രാവിലെ ഒരു 9:30 മണിയായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് മൈസൂർ പാലസ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഈ കാണുന്നതേ പിന്നെ മൈസൂർ ഒരു കോളേജ് ആണ് കേട്ടോ. ഇത് നമ്മുടെ മൈസൂർ പാലസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത് മൈസൂർ പാലസിന്റെ അതേ ഒരു മോഡലിൽ തന്നെയാണ് കേട്ടോ. ഇതിന്റെ മുകളിലൊക്കെ ഒരു താഴികക്കുടങ്ങളുണ്ട്. ഈ മൈസൂർ പാലസിന് ചുറ്റുള്ള എല്ലാ ബിൽഡിങ്ങും ഇതേ ഒരു കൺസ്ട്രക്ഷനിൽ തന്നെയാണ് വരുന്നത്. ഈ കാണുന്നത് മൈസൂർ സിറ്റി കോർപ്പറേഷൻ ആണ്, അതിന്റെ ഓഫീസാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെയും കുറെ താഴെക്കൂടങ്ങളൊക്കെ ഉള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൈർഘ്യം പോലും പാലസിലേക്കില്ല കേട്ടോ. വളരെ അടുത്ത് തന്നെയാണ് പാലസ് ഉള്ളത്, കുറച്ച് നടക്കാനേ ഉള്ളൂ. ഇത് പാലസിന്റെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഈ രാജായ് സർക്കിൾ എന്ന ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അതിന്റെ മെയിൻ എൻട്രൻസ് വരാഹ ഗേറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറേണ്ടത്. ദാറ്റത്ത് കാണുന്ന ആ ഒരു കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇതിന്റെ പ്രവർത്തന സമയം വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെയുള്ള സമയമാണ്. പാലസിലേക്കുള്ള എൻട്രി ടിക്കറ്റ് മുതിർന്നവർക്ക് 120 രൂപയും കുട്ടികൾക്ക് 50 രൂപയും 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യവുമാണ്. വിദേശികൾക്ക് 1000 രൂപയാണ് ഈടാക്കുന്നത്. ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ 10 മണിയാകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. പിന്നീടാണ് ഞങ്ങൾ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. ഇവിടെ നിന്ന് ആ നേരെ കാണുന്ന ഗേറ്റ് ആണ് കേട്ടോ വരാഹ ഗേറ്റ്. ആ വഴിയാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറേണ്ടത്. ഞായറാഴ്ചകളിലും പൊതുവധി ദിവസങ്ങളിലും ദസറ ആഘോഷങ്ങളിലും കൊട്ടാരം പ്രകാശപൂരിതമാകും. 97,000 ഇലക്ട്രിക് ബൾബുകൾ ഉപയോഗിച്ച് ഇത് പ്രകാശിപ്പിക്കും. ഇതിന്റെ ടൈമിംഗ് വരുന്നത് രാത്രി 7 മണി മുതൽ രാത്രി 8 മണി വരെയാണ് കേട്ടോ. ആ 1 മണിക്കൂർ സമയത്ത് നമുക്ക് ഈ ഒരു കൊട്ടാരം ഫുൾ ലൈറ്റോട് കൂടി കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് കേട്ടോ മൈസൂർ കൊട്ടാരം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട്. അംബവിലാസ് കൊട്ടാരം എന്നും മൈസൂർ പാലസിനെ അറിയപ്പെടുന്നു. ഇതൊരു ചരിത്ര കൊട്ടാരവും രാജകീയ വസതിയുമാണ്. ഇത് വാഡിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിന്റെ ആസ്ഥാനവുമായിരുന്നു. ചാമുണ്ഡി ഹിൽസിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണിത്. മൈസൂരിൽ ആകെ 7 കൊട്ടാരങ്ങളുണ്ട്. ആ കാണുന്നതാണ് കൊട്ടാരത്തിലേക്കുള്ള മെയിൻ ഗേറ്റ്. എലിഫന്റ് ഗേറ്റ് എന്നും അറിയപ്പെടുന്ന ആനെ ബാഗിലു കൊട്ടാരത്തിന്റെ ഉൾഭാഗത്തേക്കുള്ള പ്രധാന കവാടമാണ്. കൊട്ടാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പാദരക്ഷകൾ ഈ ഒരു ഭാഗത്ത് വേണം സൂക്ഷിച്ചു വെക്കാൻ. 1896 ചാമരാജ വാഡിയാറിന്റെ മൂത്ത മകളുടെ വിവാഹത്തിനിടെ പഴയ കൊട്ടാരം കത്തിനശിച്ചു. അത് മരം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മഹാരാജ കൃഷ്ണരാജ വാഡിയാർ 4-മനും അമ്മ മഹാറാണിയും ഒരു പുതിയ കൊട്ടാരം പണിയാൻ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനെ നിയോഗിച്ചു. രാജകുടുംബം അതേസമയം ജഗൻമോഹൻ കൊട്ടാരത്തിലാണ് താമസിച്ചത്. 1912 കൊട്ടാരം പണി പൂർത്തിയായി. നിർമ്മാണ ചെലവ് 42 ലക്ഷം രൂപയായി. ഇത് ഏകദേശം $30 മില്യൺ ആയിരുന്നു. ഇന്തോ സാഴ്സനിക് വാസ്തുവിദ്യയാണ് ഇത്. ഇസ്ലാമിക്, രജപുത്ര, ഗോതിക് വാസ്തുവിദ്യാ ശൈലികളുടെ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് 3 നിലകളുള്ള ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റ് ഘടനയാണ്. ഏകദേശം 75 മീറ്റർ നീളവും 48 മീറ്റർ വീതിയും. ഓരോ കാർഡിനൽ പോയിന്റിലും 5 നില ഉയരമുള്ള ചതുരാകൃതിയിലുള്ള ഗോപുരങ്ങളുണ്ട്. മുകളിൽ പിങ്ക് നിറത്തിലുള്ള താഴികക്കുടങ്ങളുണ്ട്. കൊട്ടാരത്തിന്റെ മധ്യഭാഗത്താണ് ഏറ്റവും ഉയരമുള്ള ഗോപുരം. 44 മീറ്റർ ഉയരമാണുള്ളത്.
സ്വർണം പൂശിയ ഒരു താഴികക്കുടം അതിന്റെ മുകളിലുണ്ട്. കൊട്ടാരം പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇതിന് 4 പ്രവേശന കവാടങ്ങളുണ്ട്. ജയമാർത്താണ്ഡയാണ് പ്രധാന കവാടം. പ്രധാന കവാടത്തിൽ കൊട്ടാരത്തിലേക്കുള്ള നടപ്പാതകളുടെ ഇരുവശത്തും ബ്രിട്ടീഷ് ശില്പിയായ റോബർട്ട് വില്യം കോൾട്ടൺ കൊത്തിയെടുത്ത വെങ്കല കടുവകളുടെ രൂപങ്ങളുണ്ട്. അലങ്കരിച്ച സീലിംഗും ശില്പങ്ങൾ നിറഞ്ഞ തൂണുകൾ ഉള്ള ദർബാർ ഹാൾ, ഗ്ലേസ്ഡ് ടൈൽഡ് ഫ്ലോറിംഗും സ്റ്റെയിൻ ഗ്ലാസ്, താഴികക്കുടം എന്നിവയുള്ള കല്യാണ മണ്ഡപം, സങ്കീർണമായി കൊത്തിയെടുത്ത വാതിലുകൾ, ആനയിരിപ്പിടം, സ്വർണ്ണ ഹൗഡ, പെയിന്റിംഗ്സ്, അതിശയകരവും രത്നങ്ങൾ പതിച്ചതുമായ ഗോൾഡൻ സിംഹാസനം ദസറ സമയത്ത് പ്രദർശിപ്പിക്കുന്നത്, ഇവയൊക്കെയാണ് കൊട്ടാരത്തിന്റെ നിധികളിൽ ഉൾപ്പെടുന്നത്.
ഗോൾഡൻ തൂണുകൾ കാണപ്പെടുന്ന ഭാഗമാണ് കൊട്ടാരത്തിലെ ദർബാർ ഹാൾ. രാജകൊട്ടാരത്തിലെ ചടങ്ങുകൾക്കായുള്ള ഒരു മീറ്റിംഗ് ഹാളാണിത്. ഈ ബ്ലൂ പില്ലർ കാണുന്ന ഈ ഒരു ഭാഗം ഓഡിയൻസ് ഹാളാണ്. ഈ മൈസൂർ പാലസിന്റെ കോട്ടയ്ക്കകത്ത് 15ഓളം ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ പാലസിന്റെ പുറത്തിറങ്ങുമ്പോഴേക്കും 12 മണിയായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഓട്ടോ പിടിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിന്നീട് ഞങ്ങൾ പോയത് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസും ഗുംബാസും കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന്റെ വിശേഷങ്ങൾ ഞാനിനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാട്ടോ, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈസൂർ പാലസിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.